അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഫിഖിലെ ഒന്നാമത്തെ പാഠത്തിന്റെ പാഠപ്രവർത്തനങ്ങളാണ് ഇനി ഈ രണ്ടാമത്തെ പാർട്ടിൽ നാം നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ശർഈയായ വിധികൾ എത്ര എന്നുള്ളതാണ്. നാം പാഠം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശർഈയായ വിധികൾ 5 ആകുന്നു. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് എന്നിങ്ങനെ 5 എണ്ണമാണ് ശർഈയായ വിധികൾ. രണ്ടാമത്തെ ചോദ്യം ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം എന്നുള്ളതാണ്. മുബാഹ്, ജായിസ് എന്നീ 2 പേരുകളാണ് ഹലാലിന്റെ മറ്റു പേരുകൾ. മുബാഹ്, ജായിസ്. എല്ലാവരും നല്ലോണം മനസ്സിലാക്കണം. മുബാഹ്, ജായിസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒന്നാണ് 5 വക്ത് നിസ്കാരം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സുന്നത്തിന് എത്ര പേരുകളുണ്ട് എന്നുള്ളതാണ്. സുന്നത്തിന് മറ്റു 4 പേരുകളുണ്ട്. അഥവാ സുന്നത്ത് എന്നല്ലാതെ തന്നെ വേറെ 4 പേരും കൂടെ ഉണ്ട്. മന്ദൂബ്, തതവ്വുഹ്, നഫ്ല്, മുസ്തഹബ്. ഈ കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷക്കൊക്കെ അർദ്ധവാർഷിക പരീക്ഷക്കൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥികൾ വേണ്ട രൂപത്തിൽ പഠിക്കുക. 4 പേരുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് ഫർള് എത്ര വിധമാകുന്നു. ഫർള് എത്ര വിധമാണെന്ന് നമ്മളെല്ലാവരും പഠിച്ചവരാണ്. ഫർള് 2 വിധമാണ്. ഫർള് 2 വിധമാണ്. ഫർള് ഐന്, ഫർള് കിഫായ എന്നിങ്ങനെ 2 വിധമാണ്. ഇനി അടുത്ത ചോദ്യം ഉദാഹരണങ്ങൾ എഴുതാനാണ്. നൽകപ്പെട്ടിട്ടുള്ളതിന്റെ ഓരോ ഉദാഹരണങ്ങൾ എഴുതാനാണ്. അപ്പൊ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഫർള് ഐന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദാഹരണമാണ് 5 വക്ത് നിസ്കാരം. ഫർള് കിഫായ അതിന്റെ ഉദാഹരണമാണ് മയ്യിത്ത് നിസ്കാരം. മുസ്തഹബ് അഥവാ സുന്നത്തായ ഒരു കാര്യം. അപ്പൊ സലാം പറയൽ എന്താണ്? സുന്നത്താണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള സുന്നത്തുകളൊക്കെ എഴുതാം. സുന്നത്ത് നിസ്കാരം എഴുതാം, ഖുർആൻ പാരായണൊക്കെ എഴുതാം. അതുപോലെ ജായിസ്, ജായിസായ ഒരു കാര്യത്തിന്റെ ഉദാഹരണം എഴുതാനാണ് നല്ല ചെരുപ്പ് ധരിക്കുക എന്നുള്ളത്. അഥവാ ജായിസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്താലും ഇല്ലെങ്കിൽ ശിക്ഷയും കൂലിയും ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് പോലത്തത്. കറാഹത്തിന് ഉദാഹരണം എഴുതാനാണ് 5-മത്തത്. അഥവാ നിസ്കാരത്തിൽ തല തുറന്നിടുക, തല മറക്കാതിരിക്കുക എന്താണ്? കറാഹത്താണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് കുറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്താല് കൂലിയുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം എന്നുള്ളത് വ്യക്തമാക്കാനാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്ത്? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളതാണ് വാജിബ് എന്ന് പറഞ്ഞത്, അതായത് ഫർള്. രണ്ടാമത്തത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമായ ഒരു കാര്യമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് വ്യക്തമാക്കാനാണ്. ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു സുന്നത്ത് എന്നുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ജായിസ് ചോദിക്കാം. അതുപോലെ ഹലാല് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ ചോദിക്കാം. അതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ വേണ്ട രൂപത്തിൽ പഠിക്കുക. അതുപോലെ ഈ പാഠത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് യോജിച്ച കള്ളിയിൽ എഴുതുക എന്നുള്ളത്, അഥവാ ചേരുംപടി ചേർക്കാൻ. 2 പെട്ടിക്കോളം കൊടുത്തിട്ട് ആദ്യത്തെ കോളത്തിനോട് യോജിച്ചത് രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. ബ്രാക്കറ്റിലൊക്കെ നോക്കി പൂരിപ്പിക്കാനാണ് ഉണ്ടാവുക. അപ്പൊ അതില് ഒന്നാമതായിട്ട് വാജിബ്, വാജിബായ ഒരു കാര്യം എഴുതാനാണ്. അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ളത് സക്കാത്ത് എന്നാണ് ഞാൻ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. സക്കാത്ത്. രണ്ടാമത്തെ കോളം സുന്നത്ത്, സുന്നത്തായ ഒരു കാര്യം എഴുതാനാണ്. പെരുന്നാൾ നിസ്കാരം എഴുതാം, അതുപോലെ ഖുർആൻ ഓതൽ എഴുതാം, ആ രൂപത്തിലുള്ളതൊക്കെ എഴുതാം. മൂന്നാമത്തത് ഹറാമായ ഒരു കാര്യം എഴുതാനാണ്. കളവ് പറയല്, വുളു ഇല്ലാതെ സുജൂദ് ചെയ്യല്, ഇനി കള്ള് കുടിക്കൽ, ആ രൂപത്തിലുള്ള ഹറാമായത് നമുക്ക് എന്തൊക്കെ ഓർമ്മ ഉണ്ടോ, ഒന്നും തന്നിട്ടില്ലാണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉള്ളത് ഫുൾ എഴുതാം. അല്ലെങ്കിൽ അവിടെ തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. നാലാമത് അവസാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് മുബാഹ്, മുബാഹിന് ഉദാഹരണം. അപ്പൊ മുബാഹിനോട് യോജിച്ചത് മുബാഹറിന് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. മുബാഹ് എന്ന് പറഞ്ഞാല് ഹലാലായ ഒരു കാര്യം എഴുതാന്നുള്ളതാണ് മുബാഹ്. അപ്പൊ നല്ല വസ്ത്രം ധരിക്കല് അത് ഹലാലാണല്ലോ. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്.